ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാം തിരുവചനം. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ദൈവമക്കളായ നമ്മൾ ഏത് രാജ്യത്തിലെ പ്രജകളാണ്, മക്കളാണ്, ആരാണ് നമ്മുടെ രാജാവ് എന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ലോകം ഈ ഭൂമിയല്ല. നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മക്കളാണ്. ആയതിനാൽ നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ഭൂമിയിലെ എല്ലാ ആകുലതകളും വിട്ടെറിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ പോവുകയും സ്വർഗരാജ്യം അന്വേഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ പിതാവായ ദൈവം നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമാണ് നമ്മുടെ യാത്രയെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സഹായത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ഓരോ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുമ്പോൾ, ദൈവമാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന് വിശ്വാസപൂർവ്വം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുകയാണ്. നിങ്ങളിൽ സ്നേഹമുണ്ടാകും. ആ സ്നേഹം വഴി നിങ്ങൾ സഹജീവികളോട് അനുകമ്പയുള്ളവരായി മാറും. സ്വർഗരാജ്യത്തിൻ്റെ മക്കൾ ഈ ഭൂമിയിലെ എല്ലാ ആവലാതികളും വിഷമങ്ങളും മാറ്റിവെച്ച് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറും. ഈ തിരുവചനം നമ്മൾക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഒപ്പം നടന്ന് നമ്മുടെ ആകുലതകളും വിഷമങ്ങളും മാറ്റിവെച്ച് അത് നേടിയെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിന് പകരം, ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ എന്ന് പറഞ്ഞ് ആ ദൈവത്തോടൊപ്പം ഇന്നത്തെ ദിവസം ചെലവഴിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ ഓരോ ഉദ്യമങ്ങളിലും കർത്താവ് നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഇന്നു മുതൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും ജീവിതം അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.